നമസ്കാരം. ഈസ്റ്റർ ദിനമായ ഇന്ന് ACVയുടെ ശുഭദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഫാദർ ജോസഫ് ചക്കാലക്കുടിയിൽ. സ്വാഗതം ഫാദർ. ഈ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവൻ ഒരു വലിയ യുദ്ധഭീതിയിൽ നിൽക്കുകയാണ്. ജീവിതക്രമങ്ങളൊക്കെ പോലും പലതും താളം തെറ്റി നിൽക്കുന്ന സമയമാണ്. കേരളത്തിൽ തിരഞ്ഞെടുപ്പായിരിക്കാം, പക്ഷേ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എന്നാലും നമ്മൾ ഈസ്റ്റർ ദിനം ആഘോഷിക്കുമ്പോൾ ഫാദർ എന്താ നൽകുന്ന സന്ദേശം? ആദ്യമായി എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഒരായിരം ആശംസകൾ. പരാജയപ്പെട്ടവർക്കും പരാജയം ഭയമായി കൂടെയുള്ളവർക്കും വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും നാളെക്കുറിച്ച് പ്രത്യാശയില്ല എന്ന് വിചാരിച്ച ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവർക്കുമൊക്കെ കർത്താവിൻ്റെ ഉത്ഥാനം, സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള, മരണത്തെ അതിജീവിച്ചുകൊണ്ടുള്ള കർത്താവിൻ്റെ ഉത്ഥാനം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റർ ദിനം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും വലിയ പ്രത്യാശയുടെ അതിലധികേറെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. യുദ്ധഭീതി എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്തെ മുഴുവൻ യുദ്ധഭീതിയിലാണ്. അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് എന്ന രീതിയിൽ എവിടെയെങ്കിലും ഒരു ചലനം ഉണ്ടായാൽ അതിൻ്റെ ചലനം ആഘാതങ്ങൾ ലോകത്തെമ്പാടും അലയടിക്കുന്ന ഒരു സാമൂഹിക സിറ്റുവേഷൻ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭീതിയിലായിരിക്കുന്നവർക്ക് ഒരു കച്ചിത്തുരുമ്പ് എന്നതുപോലെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസം സ്നേഹത്തിൻ്റെ രീതിയിൽ യുദ്ധത്തിന് ഒരിക്കലും നല്ലൊരു ഉത്തരം കൊടുക്കാൻ പറ്റുകയില്ല എന്നും അതെപ്പോഴും നാശമാണ് വിതയ്ക്കുന്നതെന്നും ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. യുദ്ധം ഒന്നിനും ഒരു മറുപടിയല്ല, അത് ചില നാശത്തിൻ്റെ തുടക്കം മാത്രമാണ്. അപ്പോൾ ഈ ഭീതി വിട്ട് ബൗദ്ധികപരമായി നമ്മൾ ചിന്തിക്കുവാൻ, ക്രിയാത്മകമായി നമ്മുടെ നൈസർഗികതയെ, ഓരോ രാഷ്ട്രത്തിൻ്റെ നൈസർഗികതയെ വിശകലനം ചെയ്തുകൊണ്ട് വളർച്ചയുടെ പാതയിൽ മുന്നേറുവാനും ഈ ഉത്ഥാനത്തിൻ്റെ ദിവസം, ഈ തിരുനാൾ ദിവസം എല്ലാവരെയും ആഹ്വാനം ചെയ്യാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമുക്ക് നന്മകൾ നേരാം. അതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഈ ഓരോ ഈസ്റ്റർ ദിനവും വരുമ്പോഴും നമ്മൾ ഇത്തരത്തിൽ പുതിയ പുതിയ സന്ദേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പല കാര്യങ്ങളും ഇനിയും ലോകത്ത് തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ ചന്ദ്രനിലേക്ക് വരെ കുതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഭൂമിയിൽ മനുഷ്യൻ കിടന്ന് പരസ്പരം മല്ലടിക്കുകയും രക്തം വീഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ശരിക്കും ഓരോ വിശേഷ അവസരങ്ങളിലും ഒരു തിരുത്തൽ വരേണ്ടത് ഉണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. ഈ ഈസ്റ്റർ ദിനം ശരിക്കും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, കർത്താവ് ശത്രുക്കളെ പോലും സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞ ഒരു 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 വചനം എത്രയോ വലുതാണ്. നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുകയില്ല. അത് രാഷ്ട്രത്തിൻ്റെ അതിർവരമ്പുകളുണ്ട്, സാമൂഹിക ചുറ്റുപാടിൻ്റെ അതിർവരമ്പുകളുണ്ട്, മതത്തിൻ്റെ അതിർവരമ്പുകളുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് മാനവികതയും അതിനോട് ചേർന്ന് പോകുന്ന വിശാല ഹൃദയവുമൊക്കെ ഒരു മതേതര രാഷ്ട്രം എന്ന രീതിയിൽ നമ്മൾ ശീലിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ നിർവചിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും നാം നന്മ സംശീകരിക്കുന്നവരാണോ എന്ന് തിരിച്ചറിയുവാൻ. അപ്പോൾ എവിടെയൊക്കെ മനുഷ്യന് ഭീതി ഉണർത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നോ അവിടെ നാം ഈ കാണുന്ന മാനവികത അതെല്ലാത്തിനും ഉപരിയായിട്ടുള്ള കാര്യമാണല്ലോ. എല്ലാവരെയും വിശാല ഹൃദയത്തോട് ഉൾക്കൊള്ളുക, എല്ലാവരുടെയും കുറവുകളിലേക്ക് ഓടിച്ചെല്ലുക, ഒരുവൻ്റെ വേദനകളെ സഹായത്തോടു കൂടി, അത് ദീർഘവീക്ഷണത്തോടു കൂടി കാണുക, കരച്ചിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഈ ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ആ ഒരു ധ്യാനചിന്തയിൽ അതിൻ്റെ പ്രാക്ടിക്കൽ വശം വരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലേക്ക് ഓടിയെത്തുവാൻ ഇന്നത്തെ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, അത് അവൻ്റെ നന്മകളോ തിന്മകളോ കുറവുകളോ ഒന്നും കണ്ടുകൊണ്ടല്ല, അവൻ്റെ ഇല്ലായ്മകളിലേക്ക് ഓടിയെത്തുവാൻ ഉത്ഥാനത്തിൻ്റെ ദിവസം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക. കാരണം അവൻ ആരോടും പ്രതിബദ്ധത കർത്താവിന് ഇല്ലായിരുന്നുവെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. കർത്താവിൻ്റെ സവിധത്തിലോട്ട്, സന്നിധിയിലോട്ട് കടന്നു ചെന്ന ഏത് തരം മനുഷ്യരും സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോയത്. ആർക്കും പരിഭവങ്ങളില്ല, ആവലാതികളില്ല. എത്ര കുറവുകളുള്ള മനുഷ്യർ അവൻ്റെ സവിധത്തിലോട്ട് ചെന്നു, അവരൊക്കെ പ്രത്യാശയോടുകൂടി വീണ്ടും തിരിച്ചു വരണ്ടാത്ത ഒരു കണ്ടുമുട്ടൽ,
അതാണല്ലോ സ്നേഹം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, പ്രത്യാശകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പ്രതീക്ഷകൾ ഉണരുകയാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കേണ്ട ഒരു കാര്യമാണ്. പരിഭവങ്ങളെ മാറ്റിവെച്ച്, കുറവുകളെയും തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റിവെച്ച്, യുദ്ധഭീതികളും അപരൻ എനിക്ക് ശത്രുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, നമ്മളൊരു ദൈവത്തിൻ്റെ മക്കളാണ് എന്നും അതിലുപരിയായിട്ട് വലിയൊരു കുടുംബമാണ് ഈ ലോകമെന്നൊക്കെയുള്ള വിശാലമായ മാനവീയതയിലേക്ക് വളർന്നു വരുവാൻ സഹായകമാകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ഏറ്റവും കൾമിനേഷനാണല്ലോ. ഒരു മനുഷ്യൻ ജീവിതം ത്യാഗം ചെയ്യുക, ആത്മത്യാഗം ചെയ്യുക, ആത്മഹൂതി ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്ന് പറയുന്നത്, അതിനപ്പുറത്ത് നമുക്ക് ഈ ലോകത്തിൽ സമർപ്പിക്കാനൊന്നുമില്ല. അങ്ങനെ ചെയ്ത് സഹനത്തെയും ചുറ്റുപാടുകളെയൊക്കെ അതിജീവിച്ച ഒരു മനുഷ്യൻ തൻ്റെ ഉയർപ്പിലൂടെ നമ്മോട് പറയുകയാണ്, നമ്മൾ ഉദ്ധാനത്തിൻ്റെ മക്കളാണ്, നമ്മളെല്ലാവരും ഉദ്ധാനത്തിൻ്റെ മക്കളാണ് എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നമ്മൾ പഠിക്കുന്ന കാലത്ത് വള്ളത്തോളിൻ്റെ കവിതയിൽ പറയുമായിരുന്നു, ക്രിസ്തുവാം കൃഷ്ണൻ്റെ ധർമ്മോപദേശം എന്ന്, അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ, ക്രിസ്തുവിനെയും കൃഷ്ണനെയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്നു. അപ്പോൾ ക്രിസ്തു നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും, ലോകമുള്ള കാലം മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണ്. എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഓരോ ഈസ്റ്റർ ദിനം വരുമ്പോഴും അതിന് പുതിയ പുതിയ സാഹചര്യത്തിനനുസരിച്ച് അർത്ഥതലങ്ങളിലേക്കും മാറുകയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ ബെൻസീർ ഹോമിലെ കാര്യം പോലും ഞാൻ എപ്പോഴും ഇവിടെ വന്ന് 6 വർഷത്തെ ഒരു അനുഭവം സമ്പത്തുകൊണ്ട് പറയുകയാണ്. ഈ ക്യാൻസർ എന്ന രോഗം നമുക്കറിയാം പലപ്പോഴും ഇൻക്യൂറബിളാണ്, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്, അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നമ്മൾ അറിയുന്നത്. വളരെ വേദന കുടുംബത്തിനും ഒക്കെ അസ്വസ്ഥത നൽകുന്ന ഒരു ജീവിതാന്തരീക്ഷമാണ് ഈ ക്യാൻസർ വന്ന രോഗികളും കുടുംബാംഗങ്ങളൊക്കെ. ഈ അസുഖത്തിന് ജാതിയും മതമൊന്നുമില്ല, ചില ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മളാ പറയുന്നത് ഇന്ന ആളുകൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന്. നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഈ രോഗത്തിന് ജാതിയോ മതമോ ഭാഷയുടെ ഭിന്നതകളോ ഒന്നുമില്ല. ഇതിനൊക്കെ അപ്പുറത്താണ് ഇങ്ങനെയുള്ള രോഗങ്ങളും ഒക്കെ എന്ന് പറയും. അപ്പോൾ ഇവിടെ വരുന്ന നാനാജാതി മതസ്ഥർ വന്ന് പോകുന്ന ഒരു സ്ഥലമാണിത്. എല്ലാവരും ഇവിടെ ഒരു കുടുംബമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് കിച്ചണിലേക്കൊന്നും ഇല്ല, അവരെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം പോലെ. പലപ്പോഴും ഇവിടുന്ന് പലരും പോകുമ്പോൾ കണ്ണുനീർ വാർത്ത് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കണം, രക്തബന്ധങ്ങൾ മാത്രമല്ല, സ്ഥായിയായ ബന്ധങ്ങൾ അതിനൊക്കെ അപ്പുറത്താണ് നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദൈവികത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമെന്നേ ഞാൻ പറയൂ. തീർച്ചയായിട്ടും അത്. ഇപ്പോൾ എപ്പോഴും ഇവിടെ വന്നിട്ട് പോകുന്നവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വി ഹാഡ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് അസ്, ബീയിങ് വിത്ത് ദ ഗാഡ്. ദൈവവുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു എന്ന്. അത് നമ്മളവിടെ ആരോടും പറയാറില്ല. ഏതെങ്കിലും ഒരു മതം പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയാറില്ല. മുസൽമാൻ വരുമ്പോൾ നമ്മൾ പാവ കൊടുക്കാറുണ്ട് അവർക്ക് നിസ്കരിക്കാൻ. അതുപോലെ ഹൈന്ദവരായിട്ട് വരുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, ഏത് രൂപം വെച്ചും നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിതെല്ലാം ഒരുമിച്ച് കൂടി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ഇന്നത്തെ കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ ബെൻസീർ ഹോമിൽ ഇത് ആഘോഷിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു മതത്തിലെ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടല്ല, പക്ഷേ എല്ലാവരും ഒരുമിച്ച് നമ്മോട് കൂടി അതിൻ്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ മാനവികതയിൽ വളരുവാൻ, അതിനകത്ത് ദേശത്തിൻ്റെയോ ഭാഷയുടെയോ മതത്തിൻ്റെയോ ഒന്നും അതിർവരമ്പുകളില്ല. അതിനപ്പുറത്തൊരു മാനവികത വളർത്തിയെടുക്കുവാൻ ശ്രേഷ്ഠരായ ഒരു സമൂഹമാണ് നമ്മളെന്ന് നമ്മുടെ പ്രവൃത്തികൾ വഴി മറ്റുള്ളവർ അറിയുമ്പോഴാണ്, അല്ലെങ്കിൽ ആ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് എപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള വലിയ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ കൂടുതൽ അർത്ഥവത്താകുകയും ധന്യമാവുകയും ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുക. എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ സഹജീവികളോട് കാണിക്കുന്ന ഒരു സ്നേഹവും കരുണയും അതൊക്കെയാണ് ഏറ്റവും വലിയ ആഘോഷമെന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ളൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത് നിൽപ്പോൾ ഒരു അനുജനെ കാണാൻ അക്ഷികളില്ലാത്തവർക്ക് ഈശ്വരൻ അദൃശ്യനായാൽ എന്ത് ആശ്ചര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളിനെ മനസ്സിലാക്കുക, എനിക്ക് തോന്നുന്നു അതാണ്. അല്ലാതെ നമ്മൾ ഈ ആഘോഷങ്ങൾ അല്ലാതെ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്, പരസ്പര സ്നേഹം പുലർത്തുക എന്നുള്ളത്. അതിന് ഇത്തരത്തിലുള്ള ഈസ്റ്റർ ആയാലും ഓണമായാലും വിഷു ആയാലും അതൊക്കെ ഒരു നിമിത്തമാകുന്നു, അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടുകളിൽ ചിന്തിക്കുമ്പോഴേ ഇവിടെ എല്ലാ വിശേഷ ദിവസങ്ങളെയും നമ്മൾ ആഘോഷിക്കാറുണ്ട്, അത് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാറുണ്ട്. ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. മനുഷ്യനാത്യന്തികമായിട്ട് റിലീജിയസാണ്.
ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നതും വിശ്വാസികളാണ് എന്നുള്ളതാണ്. എത്തയിസ്റ്റുകൾ അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാത്തൊരു വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ തത്വശാസ്ത്രമൊക്കെ പഠിച്ച കാലഘട്ടങ്ങളിൽ പലരെക്കുറിച്ചും ഫെഡറിക് നീഷയെക്കുറിച്ചും ബെർട്രാൻഡ് റസ്സലിനെ കുറിച്ചും ഒക്കെ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ, അല്ല വിശ്വാസം എങ്ങനെയാണ് വീണ്ടും പരിരക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ അതൊരു കൊഫീനിൽ വെച്ച് അതിന് ആണി തറച്ച് കഴിഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ അടുത്തത് ദൈവശാസ്ത്രം പഠിക്കാൻ വേണ്ടി പോകുന്നത്, തത്വശാസ്ത്രത്തിൻ്റെ ബേസ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് 2 wings ഓഫ് ദ സെയിം റിയാലിറ്റി. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ ആണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ തത്വവുമായിട്ടുള്ള ജ്ഞാനവും. ഇത് രണ്ടും സമന്വയിക്കപ്പെടുമ്പോൾ ഇതിലെല്ലാം അന്തർലീനം എല്ലാം അടങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് ആരോടുമുള്ള പരിഭവങ്ങളില്ല, മതത്തിൻ്റെ വിദ്വേഷത്തോടു കൂടി ഒരു മതസംഹിത നമ്മൾ കാണുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വിശാലത വരുമ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠ ജനതയായി മാറുന്നത്. അപ്പോൾ ഓരോ വിശേഷ ദിവസങ്ങളും, അപ്പോൾ ഈ പറഞ്ഞതുപോലെ വിഷു ആകട്ടെ, മറ്റ് മുസ്ലിം സഹോദരങ്ങളുടെ ബക്രീദ്, വലിയ ശ്രേഷ്ഠ ആയിട്ടുള്ള തിരുനാളുകളാകട്ടെ, ക്രിസ്ത്യാനികളുടെ തിരുനാളുകളാകട്ടെ, ഇവിടെയൊക്കെ നമ്മെ ഓരോ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുകയും അല്പവും കൂടെ ശ്രേഷ്ഠമായി നമ്മുടെ ജീവിതത്തെ കാണാൻ. ശ്രേഷ്ഠമായി കാണണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്പാൻ കുറവായതുകൊണ്ട് ഇത്തിരി ഉള്ളൂ, അല്പസമയം നമുക്ക് കിട്ടാനുള്ളൂ. അപ്പോൾ അതൊരു യുദ്ധമുന്നണിയിലാകാനോ നമ്മെ തന്നെ സെൽഫ് ഡിസ്ട്രക്ഷനിലോട്ട് പോകാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. കാരണം പരിഭവപ്പെട്ടുകൊണ്ടോ പരാതി പറഞ്ഞതുകൊണ്ടോ യുദ്ധമുണ്ടാക്കിയതുകൊണ്ടോ ഒരാളെ ശത്രുവായിട്ട് കണ്ടതുകൊണ്ടോ ഒന്നും എൻ്റെ ഈ സ്പാൻ ഓഫ് ലൈഫ് കൂടാനോ കുറയാനൊന്നും പോകുന്നില്ല. അത്രേ ഉള്ളൂ. ഈ സമയത്ത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്തു തീർക്കാനുള്ള സമയം കഷ്ടിയുള്ളൂ, വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ യുദ്ധവും കലഹങ്ങളും അപ്രിയരും ഒക്കെ ആയി തീർന്നുകൊണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് നാനാജാതി മതസ്ഥരും അല്ല ഏത് തലത്തിൽപ്പെട്ട മനുഷ്യരും ആ കുഞ്ഞിനെ കൈകളിലെടുത്ത് ചുംബിച്ചിരുന്നത്. നമുക്ക് പ്രായമായി, പക്വതപ്രായം കഴിഞ്ഞു, വാർദ്ധക്യത്തിലായി, എന്ത് നമ്മെ അത്രയ്ക്ക് ആളുകൾക്ക് ഇഷ്ടമില്ലാതെ പോകുന്നുവെങ്കിൽ അതിന് കാരണം നമ്മൾ തന്നെയാണ്. മരിക്കാറാകുമ്പോഴതിന് ആർക്കും വേണ്ടാതാകുന്നുവെങ്കിൽ ഒരു പരിധിവരെ അതിന് കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ അതുകൊണ്ട് വിശാലമായ മാനവീയതയിലേക്ക് വളരുവാൻ കഴിയുന്നതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർധന്യഭാവം. അതിൽ എല്ലാവരുമുണ്ട്, കുറവുകളുള്ള മനുഷ്യരുമുണ്ട്, ശ്രേഷ്ഠരായവരുമുണ്ട്, ഒന്നുമില്ലാത്തവരുമുണ്ട്, പരുക്കൻ ജീവിത രീതികളിലൂടെ നടക്കുന്നവരുണ്ട്. ഈ പറഞ്ഞ എത്തയിസ്റ്റ് എല്ലാ തരത്തിലുള്ളവരെയും അംഗീകരിക്കുവാനും വിശാല ഹൃദയത്തോടു കൂടി അവരെ കാണുവാനും അവരുടെ നന്മ ഏറ്റുപറയുവാനും ആ പോസിറ്റിവിറ്റി നമുക്കിപ്പോഴുണ്ട്. അവിടെയാണ് നമ്മുടെ ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന ദിവസം ആരംഭിക്കുക. അപ്പോൾ അതാണ് കർത്താവിൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും പ്രതീക്ഷ നൽകുന്നതാണ്, ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നതാണ് കർത്താവിൻ്റെ ഉദ്ധാനം.